പ്രേമി, കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് പര്യടനം ഇന്ത്യൻ ടീമിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ. അപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന 15 വയസ്സുകാരൻ്റെ അരങ്ങേറ്റം വേറെ ആരെയും ടീമിൽ നിന്ന് മാറ്റാനില്ല, സഞ്ജുവിനെയാണ് മാറ്റിയിരിക്കുന്നത്. ആ തീരുമാനത്തോട് എന്താ പറയാനുള്ളത്? നമ്മളൊരു മലയാളിയാണ്, പിന്നെ സഞ്ജുവിനോട് നമുക്ക് അമിതമായ സ്നേഹവാത്സല്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ വലിയ നിരാശയും വലിയ ദേഷ്യവും ഉണ്ടാകും. പക്ഷേ കുറച്ചു യാഥാർത്ഥ്യബോധത്തോടെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള കൃത്യമായ ഉത്തരവും കിട്ടും. സഞ്ജു ഒരു പരിധിവരെ സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ഒരു കളിക്കാരൻ തന്നെയാണ്. ആ കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തോട് തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ തന്നെയുണ്ട്, സ്നേഹവാത്സല്യങ്ങളും ഉണ്ട്. പക്ഷേ സഞ്ജു തൻ്റെ പ്രതിഭയോട് നീതി പുലർത്താത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. സഞ്ജുവിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. സഞ്ജുവിന് ഒന്നല്ല പല അവസരങ്ങൾ വന്നു കിട്ടി. തീർച്ചയാണ് എപ്പോഴും ആരെ പുറത്താക്കണമെന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം സഞ്ജുവാണ്. എന്തുകൊണ്ട് സഞ്ജുവിനെ നിരന്തരം വേട്ടയാടുന്നു എന്നുള്ള മുറവിളി നമ്മൾ ക്രിക്കറ്റ് ആരാധകരും മലയാളികളും നിരന്തരം ഉയർത്തുന്നതാണ്. പക്ഷേ ആ മുറവിളി തൻ്റെ പ്രകടനത്തിലൂടെ ഒരു സ്ഥായിയായി തെളിയിക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. തീർച്ചയായിട്ടും ലോകകപ്പിൽ തുടർച്ചയായ 3 ഇന്നിങ്സുകൾ കളിച്ച് ഒരു കളിയിൽ ഏതാണ്ട് 97, പിന്നെ 2 89, ഫൈനലിലടക്കം 89 റൺസ്. ആ അത്ഭുതകരമായൊരു പ്രകടനം അദ്ദേഹം നടത്തി. അതിനു മുമ്പ് അദ്ദേഹം വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ കരിയറിലും നേരിട്ട പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? സഞ്ജു തൻ്റെ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു. അതിന് പിന്നാലെ വന്ന IPL ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് അദ്ദേഹം പുതിയ സീസൺ തുടങ്ങുന്നത്. തുടർച്ചയായ മത്സരങ്ങളിൽ പരാജയമായിരുന്നു. പിന്നീട് ഒരു സെഞ്ചുറി നേടി. ഏതാണ്ട് 3 ഇന്നിങ്സുകളിൽ പരാജയപ്പെട്ടതിന് ശേഷം ഒരു സെഞ്ചുറി നേടി. ആ സീസണിൽ ഏതാണ്ട് 400-ലധികം റണ്ണെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്തൊരു സീസൺ കളിച്ചു കഴിഞ്ഞു. ഒരു മോശം പറയാനില്ല, ഏതാണ്ട് 45-ന് മുകളിൽ ആവറേജിൽ നേടി. അപ്പോൾ ലോകകപ്പിലെ ഫൈനൽ മത്സരത്തിന് ശേഷം അന്താരാഷ്ട്ര മത്സരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയം. ഒരു 5, ഒരു ഡെക്ക്, ഒരു 1. അപ്പോൾ ഇദ്ദേഹത്തെ പുറന്തള്ളാനായിട്ട് കാത്തു നിൽക്കുന്നവർക്ക് സഞ്ജു തന്നെ ഒരു ഉത്തരം കൊടുക്കുകയാണ്, ഞാനൊരു സ്ഥിരതയുള്ള കളിക്കാരനല്ല. അപ്പോൾ അങ്ങനെ അവർക്കൊരു അടിക്കാനുള്ള വടി ഇട്ട് കൊടുത്തിട്ട് സഞ്ജുവിനെ നമുക്ക് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റും? അതൊരു പ്രശ്നമാണ്. ഇനി നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സഞ്ജു ഇതുവരെ 57 T20 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. 1405 റൺസ്, 155 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ആവറേജ് 27 റൺസ് ശരാശരിയിലാണ് എടുത്തേക്കുന്നത്. അത്ര തെറ്റ് പറയാനൊക്കില്ല. ആധുനിക 2020-ൽ 27 അത്ര മോശമല്ലാത്ത ആവറേജാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, അദ്ദേഹം ഈ സമീപകാലങ്ങളിൽ ഓപ്പണറായിട്ടാണ് കളിക്കുന്നത്. ഈ 57 മൊത്തം ഇന്നിങ്സിൽ 31 ഇന്നിങ്സ് ഓപ്പണറായിട്ടാണ്. അങ്ങനെ 932 റൺസ് നേടിയിട്ടുണ്ട്. അപ്പം മൊത്തം നേടിയ 1405 റൺസിൽ 932 റൺസും ഓപ്പണറായതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും ഓപ്പണർ എന്ന രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 179 സ്ട്രൈക്ക് റേറ്റ്. അതും വളരെ മെച്ചപ്പെട്ടൊരു സാധനമാണ്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ഓപ്പണറായതിന് ശേഷമാണ് അദ്ദേഹം 3 സെഞ്ചുറി നേടിയത്. ഏതാണ്ട് അദ്ദേഹം കരിയറിൽ മൊത്തം 6 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതിലും 3-4 അർദ്ധ സെഞ്ചുറി ഈ ഓപ്പണറായതിന് ശേഷമാണ്. അപ്പോൾ അതിൽ 18 ഇന്നിങ്സ് ഈ ഓപ്പണറായതിന് ശേഷം 31 ഇന്നിങ്സിൽ ഈ 3 സെഞ്ചുറിയും കുറച്ച് അർദ്ധ സെഞ്ചുറിയൊക്കെ മാറ്റി നിർത്തിയാൽ 18 ഇന്നിങ്സിൽ 20-ൽ താഴെയാണ് നേടിയത് റൺസ്. അതിൽ 14 2 കടന്നിട്ടുമില്ല. പിന്നെ അതിൽ 5 ഡെക്കും ഉണ്ട്. ഇപ്പം 31 തവണ ഓപ്പണർ ആയതിൽ 5 ഡെക്ക്, 14 ഇന്നിങ്സിൽ 2 കടന്നിട്ടില്ല. മൊത്തം 18 ഇന്നിങ്സിൽ 20 താഴെയായിരുന്നു റണ്ണ്. ഇനി ഏറ്റവും സങ്കടകരമായ സംഗതി, ഈ മീഡിയൻ സ്കോർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടൈമുണ്ട്. അതായത് ഒരു ഓപ്പണർ അദ്ദേഹത്തിൻ്റെ ആവറേജും മറ്റതുമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മീഡിയൻ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോർ ഒന്നെങ്കിൽ അതിനടുത്ത് ഒന്നെങ്കിൽ അതിന് മുകളിൽ അതിന് താഴെ അദ്ദേഹം സ്കോർ ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ മീഡിയം സ്കോർ വെറും 13 റൺസാണ്. അപ്പോൾ അദ്ദേഹം കളിക്കുന്ന മത്സരങ്ങളിൽ ചിലപ്പോൾ 13 റൺസ് മിനിമം സ്കോർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയെപ്പോലെ ഇത്രയ്ക്ക് പ്രതിഭാധാരാളിത്തം നിലവിൽ അനുഭവിക്കുന്ന, പണ്ടുകാലങ്ങളിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് ഒരു കടമ്പയായിരുന്നു പല സംസ്ഥാനങ്ങളിലെ രഞ്ജി ട്രോഫി മത്സരങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഒരു കളിക്കാരനെ കണ്ടെത്തി ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ പാളിപ്പോവും. അങ്ങനെ ഒരുപാട് ഒറ്റ മത്സരം 2 മത്സരം കളിച്ച നിരവധി താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട്. പക്ഷേ ഇപ്പോൾ IPL വന്നതോടുകൂടി സെലക്ഷൻ കുറേ കൂടി എളുപ്പമായി. കാര്യം പ്രതിഭകൾ വന്ന് തള്ളിക്കയറുകയാണ്. അപ്പോൾ ഓരോ IPL സീസൺ കഴിയുമ്പോഴും പ്രതിഭാധാരാളിത്തമാണ്. ഒരാൾ 1-2 മത്സരങ്ങളിൽ
വീഴ്ച പോലും അയാളെ ടീമിൽ നിന്ന് പുറത്താക്കാൻ മതിയായ കാരണമായി മാറി. കാര്യം പുറത്ത് ഇപ്പോൾ സഞ്ജു നമ്മൾ നിരന്തരം സഞ്ജുവിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ ഋതുരാജ് ഗെയ്ക്വാദിനെ പോലെ ഒരാൾ പുറത്തിരിക്കുന്നു. SSC ജയ്സ്വാൾ എന്ന് പറയുന്നയാൾക്കും ഇതേപോലെ പുറത്തിരിക്കേണ്ടി വരുന്നു. ദേവദത്ത് പഠിക്കുക അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നെ പോട്ടെ, ഇനിയും വരാം. പക്ഷേ ഈ രണ്ട് കളിക്കാരും നിരന്തരമായ ആഭ്യന്തര ക്രിക്കറ്റിൽ IPL അടക്കം പെർഫോം ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ ടീമിൽ വന്ന് കളിക്കുന്നു, പോകുന്നു. അതേ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തെ T20 കൊള്ളത്തില്ല എന്നും പറഞ്ഞാൽ തള്ളിവിട്ടേക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ IPL റെക്കോർഡ്സ് നോക്കും. അപ്പോൾ ഇതൊക്കെ സഞ്ജുവിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം വാദിക്കുമ്പോഴും കപ്പടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ ടീമിലില്ല. അത് പിന്നെ പോട്ടെ, അദ്ദേഹത്തിന് 36 വയസ്സായി, കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോം ഔട്ടാണ്. പക്ഷേ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രത്തോളം അങ്ങ് വാദിക്കുമ്പോഴും ഈ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. സഞ്ജു അദ്ദേഹത്തിൻ്റെ പ്രതിഭയോട് നീതി പുലർത്താൻ ഒന്നെങ്കിൽ ദൗർഭാഗ്യം കൊണ്ടാകാം, മറ്റെന്തോ കാരണം കൊണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് യഥാർത്ഥ കാരണമെന്നുള്ളത്. ഇനി മൊത്തം കരിയർ റെക്കോർഡ്സ് നോക്കുമ്പോൾ മൊത്തം 57 ഇന്നിങ്സിൽ 8 ഡെക്ക് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. 35 ഇന്നിങ്സിൽ മൊത്തം കരിയർ റെക്കോർഡ് നോക്കുമ്പോൾ 35 ഇന്നിങ്സ് കളിച്ചതിൽ 20 റണ്ണിൽ താഴെയാണ് സ്കോർ ചെയ്തേക്കുന്നത്. 43 ഇന്നിങ്സിൽ 30 റണ്ണിൽ താഴെയാണ് സ്കോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 3 സെഞ്ചുറികൾ കൂടി നോക്കുമ്പോൾ മൊത്തം 111, 107, 109 3 സെഞ്ചുറിയും കൂടി 327 റൺസ്. അദ്ദേഹത്തിൻ്റെ മൊത്തം കരിയർ നേടിയ റൺസ് 1405 അപ്പോൾ ഈ 3 സെഞ്ചുറികൾ എന്ന് പറയുന്നത് മൊത്തം കരിയർ റെക്കോർഡ്സിൽ 1/3 അല്ലെങ്കിൽ കാൽഭാഗം ഈ സെഞ്ചുറികൾ നേടിയ ഇന്നിങ്സിലൂടെ നേടിയിട്ടുണ്ട്. ആ സെഞ്ചുറികൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ നിലവിലെ ആവറേജ് 27 ആണെങ്കിൽ ആ സെഞ്ചുറി നേടിയ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ആവറേജ് 21 കുറഞ്ഞേനെ. ഇനി 9 ഇന്നിങ്സിൽ 50 അതിലധികമോ റൺ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതായത് സെഞ്ചുറി അടക്കം 6 അർദ്ധ സെഞ്ചുറി, 3 സെഞ്ചുറി, അങ്ങനെ മൊത്തം റൺസ് 793. ആ 793 എന്ന് പറയുന്നത് മൊത്തം അദ്ദേഹത്തിൻ്റെ 1405 ടോട്ടൽ റൺസ്. അപ്പോൾ വെറും 9 ഇന്നിങ്സ് മാത്രമേ സഞ്ജു അദ്ദേഹത്തിൻ്റെ പ്രതിഭയോട് നീതി പുലർത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഇന്നിങ്സിലും ജസ്റ്റ് ഒരു 20 30 എടുത്ത് പുറത്താകുന്ന സഞ്ജുവിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെലക്ടർമാർ നിരന്തരം ഇദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുന്ന കുറ്റം കൺസിസ്റ്റൻ്റ് അല്ല, സ്ഥിരതയില്ലായ്മ. അതൊരു മുഖമുദ്രയായിട്ട് സഞ്ജു എടുത്ത് അണിയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് നിരന്തരമായി അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ കോച്ച് വളരെ നല്ല രീതിയിലല്ല, ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ടീമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സഞ്ജു ഗൗതം ഗംഭീറുമായിട്ട് വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അവർക്കിടയിൽ നടന്നതെന്ന് നമുക്കറിയില്ല. സഞ്ജു ഒട്ടും സന്തോഷവാനല്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അത് ന്യായമുണ്ട്. കാര്യം ഒരു ലോകകപ്പ് നേടിത്തന്നൊരു കളിക്കാരനെ കുറച്ചുകൂടി മാന്യമായൊരു പരിഗണന കൊടുക്കേണ്ടത്. പക്ഷേ അവിടുത്തെ പ്രശ്നം ആരെ ഒഴിവാക്കും? ഇപ്പോൾ തിലക് വർമ്മയൊക്കെ ഫോം ഔട്ടല്ലേ? തിലക് വർമ്മ എന്ന് പറയുന്നത് മിഡിൽ ഓർഡർ ബാറ്ററാണ്. സഞ്ജു എന്ന് പറയുന്നത് ടോപ്പ് ഓർഡർ ബാറ്ററാണ്. അപ്പോൾ തിലക് വർമ്മയെ ഒഴിവാക്കിയിട്ട് സഞ്ജുവിനെ കൊണ്ട് മിഡിൽ ഓർഡറിൽ കളിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഡൗൺ എങ്കിലും ഇറക്കാമല്ലോ? ഇല്ല, അതിന് സാധ്യതയില്ല. കാര്യം എന്താ വെച്ചാൽ സഞ്ജു ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേരാണ് ലെഫ്റ്റ് ഹാൻഡർമാരായിട്ട് ടീമിലുള്ളത്. ഒന്ന് നമ്മുടെ അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, നമ്മുടെ പിന്നെ ഇഷാൻ കിഷൻ. ഇപ്പോൾ ഈ 3 പേരെയും ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. കാര്യം അഭിഷേക് ശർമ്മയുടെ കാര്യം നമുക്കറിയാം, സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച കളിക്കാരിലൊന്നാണ്. ഇഷാൻ കിഷൻ നിലവിൽ T20 1-ാം നമ്പർ ബാറ്ററാണ്. ഈ ലോകകപ്പിൽ സഞ്ജു അവസാന 3 മത്സരങ്ങളിൽ തിളങ്ങിയതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ടൂർണമെന്റിലുടനീളം തിളങ്ങിയ ഒരു കളിക്കാരൻ ഇഷാൻ കിഷൻ. അപ്പോൾ ഇഷാൻ കിഷനെ ഒഴിവാക്കാൻ പറ്റില്ല. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് ഇപ്പോൾ 15 വയസ്സും 99 ദിവസവും മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം അരങ്ങേറിയത്. ഒരു ചരിത്രമാണ്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ 36 വർഷത്തെ റെക്കോർഡാണ് തകർത്ത് കളഞ്ഞത്. സച്ചിൻ ടെണ്ടുൽക്കർ 16 വയസ്സുള്ളപ്പോഴാണ് അരങ്ങേറിയത്. കഴിഞ്ഞ IPL വൈഭവ് സൂര്യവംശി വിസ്മയകരമായ പ്രകടനം നടത്തി. അപ്പം അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് നിരന്തരമായി ഇത്തരം എന്താ പറയുക അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു കളിക്കാരനെ സപ്പോർട്ട് ചെയ്യുക, ഒരു പരിധിവരെ ആദ്യത്തെ 3 മത്സരങ്ങളിൽ സഞ്ജുവിന് ന്യായമായ പരിഗണന അവർ കൊടുത്തു. ഈ ടൂർണമെന്റ് അയർലൻഡിനെതിരെയുള്ള പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വൈഭവ് സൂര്യവംശി കളിക്കും. പക്ഷെ ആ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് ടീം മാനേജ്മെന്റ് സഞ്ജുവിനെ പിന്തുണച്ചു. ലോകകപ്പ്, അതായത് ക്യാപ്റ്റൻ അടക്കം പറഞ്ഞത് ലോകകപ്പ് നേടിയ ആ കളിക്കാരോട് നമുക്ക് വിശ്വാസ്യതയും കടപ്പാടും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഞ്ജുവിന് 3 മത്സരങ്ങളിൽ അവസരം കൊടുത്തു. ആ കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ വന്ന ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം നോക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ അമിത സമ്മർദ്ദമാകാം, തൻ്റെ സ്ഥാനം നിരന്തരം
ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തനിക്ക് ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ള ഏക കളിക്കാരൻ സഞ്ജുവാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അറിയില്ല. അദ്ദേഹം തന്നെയാണ് അതിന്റെ കാരണം. അതായത് കിട്ടുന്ന അവസരങ്ങളിൽ തന്റെ പ്രതിഭയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതല്ലാണ്ട് പ്രേം പറഞ്ഞ ആകെയുള്ള കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കിട്ടിയ ഈ അവസരങ്ങൾ തന്നെ ഏറ്റവും വലുതാണ്. വേറെ ഒരു താരത്തിന് ഇത്രയും അവസരമൊന്നും അവർ കൊടുത്തില്ല. അല്ല, അത് അങ്ങനെ പറയരുത്. കാര്യം സഞ്ജു അദ്ദേഹത്തിന്റെ 20ാമത്തെ വയസ്സിലോ മറ്റോ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. പിന്നീട് അദ്ദേഹത്തിന് എത്ര കാലം പരിഗണിക്കപ്പെട്ടു. ഒരു പക്ഷേ അന്നു മുതൽ മോൾഡ് ചെയ്തെടുത്തിരുന്നെങ്കിൽ മറ്റൊരു വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ ആയിട്ട് സഞ്ജു സാംസൺ മാറിയേനെ. അദ്ദേഹത്തിന്റെ പീക്ക് പീരീഡിൽ ഗുരുതരമായ അവഗണിക്കൽ അദ്ദേഹത്തിന് ഉണ്ടായി. അതൊക്കെ ചരിത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ കരിയറിന്റെ അവസാന പീരീഡിൽ 31 വയസ്സ് കഴിഞ്ഞാൽ ഇനി ഒരു 5 വർഷം അവസാന പീരീഡാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ അല്ലെങ്കിൽ ആ ഒരു അത്യുജ്വലമായ ഫോമിൽ നിൽക്കുന്ന ഒരു അവസരം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ടാലന്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയുള്ളൊരു 5 വർഷവും കൂടി കളിക്കാൻ പറ്റിയേക്കും. പക്ഷേ അത് തനിക്ക് കിട്ടിയ അവസരത്തോട് നീതി പുലർത്തുക എന്നുള്ള സഞ്ജുവിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിൽ അദ്ദേഹം ഗുരുതരമായി പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു പരിധിക്കപ്പുറം നമുക്ക് അതിനെ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നമുക്ക് അടുത്ത മത്സരത്തിലും വൈഭവ് തന്നെ അരങ്ങേറാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ ഒരു ശേഷി അനുസരിച്ച് ഒരു സെഞ്ചുറി ചിലപ്പോൾ പിറന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ സഞ്ജുവിന്റെ കരിയർ എൻഡ് ഉറപ്പിക്കാം. കാരണം ഓപ്പണർമാരുടെ ധാരാളിത്തമാണ്. ഇപ്പോൾ SSC ജയ്സ്വാൾ പുറത്തിരിപ്പുണ്ട്. ഇപ്പോൾ ഒരു വിക്കറ്റ് കീപ്പറെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സഞ്ജുവിനേക്കാൾ മികച്ച ബാറ്റിംഗ് റെക്കോർഡുള്ള ഇഷാൻ കിഷൻ ടീമിലുണ്ട്. KL രാഹുലിനെ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. KL രാഹുൽ ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമായിട്ട് അദ്ദേഹത്തെ ഒതുക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു മോശം T20 ബാറ്ററാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഇതേപോലെ കുറേ പേരെ അങ്ങോട്ടും ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ് വാസ്തവത്തിൽ നടക്കുന്നത്. അതിനിടയിൽ സഞ്ജുവിനോട് നീതി ചെയ്യുക എന്നുള്ളത് അത് ചിലരുടെയൊക്കെ മാത്രം ചുമതല ഉത്തരവാദിത്വമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന് സഞ്ജുവും വലിയൊരു കാരണക്കാരൻ തന്നെയാണെന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്.